മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കരുത്. ചിലപ്പോൾ ആ മുറിവുണങ്ങാനോ ഒരു ക്ഷമ പറയുവാനോ പോലും ജീവിതത്തിൽ പിന്നീട് ഒരു അവസരം ലഭിച്ചില്ലെന്ന് വരാം. ഒരു ചെറിയ കാര്യത്തെ ഒരുപാട് വാക്കുകളിൽ പറയരുത്. എന്നാൽ ഒരു വലിയ കാര്യത്തെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ പഠിക്കണം. അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാത്ത ആരും സ്വതന്ത്രനല്ല. അതുപോലെ തന്നെ സ്വയം ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല. വരുന്ന ഓരോ ദിനങ്ങളെയും പ്രതീക്ഷയോടെ സമീപിക്കുക. പ്രോത്സാഹന വാക്കുകളും പ്രചോദക പ്രവൃത്തികളും ജീവിതത്തെ ഉത്തേജകമാക്കട്ടെ. ബഹുമാനമായാലും സ്നേഹമായാലും സൗഹൃദമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരേ ഒരു പേരേയുള്ളൂ: അഭിനയം. തകർക്കാനും തളർത്താനും പലരും ഉണ്ടാകും. തളരാതെ മുന്നോട്ട് പോവുക. കാരണം ജീവിതം നമ്മുടേതാണ്. ജീവിക്കേണ്ടത് നമ്മളാണ്. വിജയിക്കാൻ നാം എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും നമ്മെ പിന്തള്ളുകയില്ല. സത്യം യാത്ര തുടങ്ങുമ്പോഴേക്കും കള്ളം നാടു ചുറ്റി തിരിച്ചു വന്നിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവുകൾ സത്യമാണെന്ന് ഉറപ്പുവരുത്തുക. മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി. നമ്മളെക്കാൾ തളർന്നിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീട് ഒരിക്കലും ജീവിതത്തോട് മടുപ്പ് വരില്ല. നിങ്ങൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല. വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത്. അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്. അച്ചടക്കം ഇന്നത്തെ ദിവസം പ്രയാസകരമാക്കുന്നു, എന്നാൽ നാളെ എല്ലാം എളുപ്പമാക്കുന്നു. തണൽ നൽകാൻ കഴിയുന്നിടത്തോളം കാലം വിലയുണ്ടാകും. അത് കഴിഞ്ഞാൽ ഒഴിവാക്കപ്പെടും. അതിപ്പം മരമായാലും മനുഷ്യനായാലും. നിങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവർ കുറച്ച് ത്യാഗങ്ങൾ സഹിക്കണം. കൂടുതലായി നേടുന്നവർ കൂടുതലായി ത്യജിക്കേണ്ടി വരും. ഉയരങ്ങൾ കൈവരിക്കുന്നവർ വളരെയധികം ത്യജിക്കണം. വീണു പോകുമെന്ന് തോന്നുമ്പോൾ കൈപിടിച്ചുയർത്തുന്ന ഒരാളെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. മനുഷ്യൻ രണ്ട് കാര്യങ്ങളിൽ നിസ്സഹായനാകുന്നു. ഒന്ന്, ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന്, സന്തോഷം വാങ്ങാൻ സാധിക്കുന്നില്ല. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരേ ഒരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണുമെന്ന തോന്നലാണ്. തൻ്റെ വേദനയ്ക്ക് കാരണമായ പുരുഷനെയും താൻ ചേർത്ത് നിർത്തിയ പുരുഷനെയും ഒരു സ്ത്രീയും മറക്കില്ല. ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകാം. എന്നാൽ ഒന്നും അവസാനമല്ല. ഒരു തൂവൽ കൊഴിഞ്ഞുപോയി എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. തുറന്ന പുസ്തകം പോലെ ആരുടെയും മുന്നിലും പെരുമാറരുത്. അവർ പ്രതീക്ഷിച്ച ഉള്ളടക്കമില്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ പുസ്തകം പോലെ നിങ്ങളെ മാറ്റി നിർത്തും. ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്ക് കൂട്ടരുത്. ചിലർ വഴിതിരിഞ്ഞു നടക്കും, മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും. ചുരുക്കം ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെ ഉണ്ടാകൂ. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ്. ഏതൊരു മനുഷ്യന്റെ വിജയത്തിനു പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും. ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് മനുഷ്യർ അവരുടെ തെറ്റുകളിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുന്നത്. ചില തോൽവികൾ വലിയൊരു പാഠമാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുക എന്ന പാഠം. തോൽവി സമ്മതിച്ച് പിന്മാറരുത്. വിനാശത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ആയുധമാണ് വിവേകം. ശത്രുക്കൾക്ക് നശിപ്പിക്കാനാവാത്ത കോട്ടയാണത്. പലപ്പോഴും കൂടെയുള്ളവരെ കാണാനുള്ള കണ്ണ് ദൈവം നമുക്ക് തന്നിട്ടില്ല. അകന്ന് ദൂരെ എത്തുമ്പോഴാണ് നമ്മൾ അവരെ കാണുന്നത്. നമുക്കവർ എത്ര വലുതായിരുന്നു, എത്രമാത്രം ആശ്വാസമായിരുന്നു എന്നൊക്കെ അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ജീവിതത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് ജീവിതത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എല്ലാവരോടും ക്ഷമിക്കുകയും മനസ്സ് തുറന്ന് സ്നേഹിക്കാനും തയ്യാറാവുക. നമുക്ക് ആ അവസരം ലഭിക്കില്ല. ജ്ഞാനികളോടൊപ്പം നടക്കുന്നവൻ ജ്ഞാനിയാകുന്നു. എന്നാൽ വിഡ്ഢികളുടെ കൂട്ടാളി ദോഷം വിളിച്ചു വരുത്തും. വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തോൽക്കാനും പഠിക്കണം. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. ഈ പരാജയം വിജയത്തിന്റെ അവസാനമല്ല എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ
നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം ആരംഭിക്കുകയായി. പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല. എങ്കിലും നല്ലത് ചെയ്യുക, നന്മയിൽ ജീവിക്കുക. അപ്പോൾ ജീവിതം മനോഹരമാകും. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കാതെ കടന്നു പോകാൻ ശ്രമിക്കുക. അവർക്ക് നിങ്ങളോട് തിരിച്ചും സ്നേഹമുണ്ടെങ്കിൽ അത് വെളിപ്പെടാൻ ഇത് സഹായിക്കും. വീഴ്ചകൾ സ്വാഭാവികമാണ്. പക്ഷെ ആ വീഴ്ചയിൽ പതറാതെ വീണ്ടും ഓടാൻ മനസ്സുള്ളവർക്കേ വിജയമുണ്ടാകൂ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും. എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു. സ്വന്തം ദുഃഖത്തിനിടയിലും അന്യന്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ. വേദനിക്കുന്നവന്റെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല. അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളെയോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത്. ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്തരാവുക എന്നുകൂടിയാണ്. സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും. തോൽവിയിൽ തുടരുന്നവരല്ല, തോൽവിയിൽ നിന്നും വീണ്ടും തുടങ്ങുന്നവരാണ് ചരിത്രമായിട്ടുള്ളത്. ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ്. പക്ഷേ ചേർത്തു നിർത്താൻ അത്ര എളുപ്പമല്ല. കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്കേ പറ്റൂ. ബന്ധം നല്ലതായിരിക്കുമ്പോൾ അവർ നിങ്ങളോട് എല്ലാം പറയും. ബന്ധം മോശമായിരിക്കുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി എല്ലാവരോടും പറയും. മറ്റൊരാൾക്ക് വേണ്ടിയും നമ്മൾ മാറാതിരിക്കുക. നമ്മൾ എപ്പോഴും നമ്മളായിട്ട് മാത്രം ജീവിക്കുക. നഷ്ടപ്പെടുമെന്ന പേടി കൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി മാറാൻ തുടങ്ങിയാൽ പലതും നഷ്ടപ്പെടാൻ തുടങ്ങും. പിരിയാനൊക്കെ വളരെ എളുപ്പമാണ്. എന്നാൽ അവസാനം ആരുമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ വീണ്ടും ഒന്നിക്കാനാണ് പാട്. നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ്. എത്രയൊക്കെ സന്തോഷങ്ങൾ വന്നാലും ചില നഷ്ടങ്ങൾ ജീവിത അവസാനം വരെ നമ്മുടെ കണ്ണുകൾ നിറയിച്ചുകൊണ്ടിരിക്കും. എല്ലാം തികഞ്ഞ ശേഷം സ്നേഹം പങ്കുവയ്ക്കാൻ കാത്തിരിക്കരുത്. തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകണം. വെട്ടിമുറിച്ച മുറിവിൽ നിന്നും വീണ്ടും പൊട്ടിമുളയ്ക്കുന്ന മരങ്ങളെപ്പോലെ ആവണം ഓരോ വ്യക്തിയും. എത്ര താഴ്ചയിൽ ചെന്നു പതിച്ചാലും ഉയർത്തെഴുന്നേൽക്കാൻ പഠിക്കണം. ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കുവാനുള്ള ഹൃദയമുണ്ട്. പുറമേ ചിരിച്ചുകൊണ്ട് നല്ല വാക്കും ഒഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കുവാനുള്ള മനസ്സുണ്ട്. നേടാൻ ഒരുപാടുള്ളപ്പോൾ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. ഇനി എന്ത് എന്ന ചോദ്യത്തെക്കാൾ ഇനിയും സാധിക്കുമെന്ന പ്രതീക്ഷയിലേക്ക് മനസ്സ് വളരട്ടെ. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ആ വ്യക്തിയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ കണ്ണാടിയിൽ നോക്കുക. തനിക്ക് ആകർഷണം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ ഏറ്റവും വിശ്വസ്തരായിരിക്കും. ഉയർച്ചയിൽ എത്തി നിൽക്കുമ്പോഴും താഴ്ചയിലുള്ളവനെ കൈപിടിച്ചുയർത്താൻ കഴിയുമ്പോഴാണ് നിങ്ങളിലെ മനുഷ്യത്വം ജയിച്ചു തുടങ്ങുന്നത്. എല്ലാ ബന്ധങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട്. ഒരിക്കലും ആ പരിധി മറക്കാതിരിക്കുക. നല്ല ബന്ധങ്ങളെ എന്നും ജീവിതത്തോട് ചേർത്ത് പിടിക്കുക. ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ഒറ്റയ്ക്ക് ജീവിക്കാൻ ശീലിക്കണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അതിജീവിക്കാൻ കഴിയില്ല. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. കൊടുക്കുന്ന സ്നേഹം പോലും തിരികെ കിട്ടാതെ വരുമ്പോൾ തളർന്നു പോകും. മനുഷ്യ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഭാഗമാണ് പ്രശ്നങ്ങളും വെല്ലുവിളികളും. പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ പതറിപ്പോകാം. നിരാശയിലും ഭയത്തിലും തളർന്നു പോകും. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. മനസ്സിൽ നന്മയുള്ളവർക്ക് കാണുന്നതിലെല്ലാം നന്മ ദർശിക്കാനാകും. നന്മകൾ ഒന്നും കാണാതെ തെറ്റുകൾ മാത്രം കണ്ടെത്തി കുറ്റപ്പെടുത്തുന്ന വിമർശകരാകരുത് നമ്മൾ. നല്ല മനസ്സോടെ മറ്റുള്ളവരെ സമീപിച്ചാൽ മിക്കവരിലും വിമർശിക്കേണ്ടതിനേക്കാൾ അംഗീകരിക്കേണ്ട നന്മകളായിരിക്കാം കൂടുതലും. നിങ്ങളുടെ പരിമിതികൾ കണ്ടെത്താൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ എന്തും നേടാൻ ശക്തമായ മനസ്സും ശരീരവും നിങ്ങൾക്കുണ്ട്. പരിധി എന്നൊന്നില്ല എന്നതുപോലെ മുന്നോട്ടു പോവുക. ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാകട്ടെ, ഒരു ദിവസം അതും കടന്നു പോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിൽ എത്തിച്ചേരും.
ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക എന്നത്. എല്ലാവരും സ്വപ്നം കാണുന്നു, പക്ഷെ ആ സ്വപ്നം വീണ്ടും വീണ്ടും കാണുന്നവർ മാത്രമേ വിജയത്തിൽ എത്തിച്ചേരുകയുള്ളൂ. മറ്റുള്ളവരെ ഇഷ്ടം സമ്പാദിക്കാനായി അഭിനയിച്ച് ജീവിക്കരുത്. നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. മതിപ്പും അംഗീകാരവും തേടി വന്നുകൊള്ളും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. നിങ്ങൾക്ക് പ്രാപ്തിയുള്ളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. 1000 പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളെ ആഗ്രഹിക്കുന്ന സ്ത്രീ ഈ ഒരു കാര്യം ഉറപ്പായും പ്രകടിപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങളത് മനസ്സിലാക്കണമെന്ന് മാത്രം. എത്ര തന്നെ പ്രതികൂലമായ സാഹചര്യത്തെയും അനുകൂലമാക്കാൻ നമ്മുടെ മനസ്സിന് കഴിയും. ഏതൊരു വ്യക്തിയെയും വിജയപരാജയങ്ങളെ നിയന്ത്രിക്കുന്നത് അവയോടുള്ള സമീപനമാണ്. പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല ജീവിതം. ജീവിതത്തിലൂടെ പഠിക്കാനാകൂ. അടുത്ത നിമിഷം എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് ആർക്കും പ്രവചിക്കാനാകില്ല. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായി വരും. എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാന പാഠം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നതല്ല, നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള യാത്രയെ നിർണയിക്കുന്നത്. വേണമെന്ന് വിചാരിച്ചാൽ എന്തിനും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും. പക്ഷേ വേണമെന്ന് തോന്നണം. മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ അയാൾക്ക് നൽകുന്ന മൂല്യം. എല്ലാ കാലവും നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും തൃപ്തിപ്പെടുത്തിയും ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളായി തന്നെ ജീവിക്കുക. എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ ശേഷിക്കുന്ന ജീവിതം മുഴുവനും അതിനു വിലയായി നൽകേണ്ടതില്ല. നിങ്ങൾ ജീവിതത്തിൽ നിരവധി പരാജയങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ സ്വയം പരാജയപ്പെടാൻ ഒരിക്കലും അനുവദിക്കരുത്. ഒരു സ്വപ്നം നിറവേറ്റാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. സമയം എന്തായാലും കടന്നു പോകും. നിങ്ങളുടെ മോശം ഭാവി സാഹചര്യത്തിന് നിങ്ങൾ ഉത്തരവാദിയാകരുത്. നിങ്ങൾക്ക് വിജയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിജയിക്കുക. ഏത് സന്ദർഭത്തിലും നിങ്ങളെ മോശക്കാരാക്കുവാൻ ശ്രമിക്കുന്ന ചിലരുണ്ടാകും. അവരോട് പ്രതികരിക്കാൻ ശ്രമിക്കരുത്. അതൊരു മനോരോഗമാണെന്നവർ തിരിച്ചറിയുന്നില്ല. കണ്ണു നിറച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വെക്കണം. അതോർത്ത് വീണ്ടും കരയാനല്ല, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രം. ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിനൊരു വിങ്ങലാണ്. നിങ്ങളുടെ സമയം പരിമിതമാണ്. അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിൻ്റെ പരിണിത ഫലങ്ങളുമായി ജീവിക്കരുത്. വെളിച്ചം ഉള്ളിടത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും. നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാലയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല. നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്ന സ്ത്രീ ഉറപ്പായും നിങ്ങളെ ബഹുമാനിക്കും. നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്. മരങ്ങൾ എല്ലാ വർഷവും ഇല പൊഴിക്കും. എന്നാൽ നാളുകൾ കഴിഞ്ഞ് പുതിയ ഇലകൾ കൊണ്ട് സമൃദ്ധമാകും. വിമർശനം ഒഴിവാക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഒന്നും ചെയ്യരുത്, ഒന്നും പറയരുത്, നിങ്ങൾ ഒന്നും ആകരുത്. നിങ്ങൾ വിജയിക്കുമ്പോൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പാഠങ്ങൾ പരാജയത്തിലൂടെ ഉൾക്കൊള്ളുന്നു. പരാജയങ്ങളിൽ മനസ്സുമടുത്ത് പിന്മാറരുത്. പരാജയങ്ങളാണ് ഒരു വിജയിയെ സൃഷ്ടിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടിവരും. തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കും. നിങ്ങളുടെ മനസ്സിന് സങ്കല്പിക്കാനും വിശ്വസിക്കാനും കഴിയുന്നതെന്തും നിങ്ങൾക്ക് നേടാനുമാകും. നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത്. വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത്. നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ. ജീവിതത്തെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. അത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും. ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ്. സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത്.
ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ തീരുമാനിക്കുക. അവസരത്തിനായി കാത്തിരിക്കരുത്, ഇന്ന് തന്നെ ചെയ്യുക. കഴുകൻ എത്ര ഉയരത്തിൽ പറന്നാലും വിശപ്പകറ്റാൻ ഭൂമിയെ ആശ്രയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും എത്ര ഉയരങ്ങളിലാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഏറ്റവും താഴെയുള്ളവരുടെ സഹായം വേണ്ടിവരും. അതുകൊണ്ട് നിങ്ങൾ ആരെയും വില കുറച്ച് കാണരുത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടും എല്ലാവരുടെയും ഇഷ്ടം നേടിക്കൊണ്ടും നിങ്ങൾക്ക് ജീവിക്കാനാകില്ല. എപ്പോഴും നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതിയെന്ന് തീരുമാനിക്കുക. മനസ്സ് വല്ലാതെ തളർന്നിരിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വാക്ക്, അല്ലെങ്കിൽ ഒരു നോട്ടം, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി, അത് മതി എല്ലാം മറക്കാൻ. അവകാശപ്പെടാൻ മാത്രം കഴിയുന്ന രക്തബന്ധങ്ങളെക്കാൾ എത്രയോ വലുതാണ് സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന സുഹൃത്ത് ബന്ധങ്ങൾ. അത്രമേൽ ചേർത്ത് നിർത്തിയിട്ടും മനസ്സിലാക്കാത്തവരിൽ നിന്നും പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കണം. നമ്മൾ ഉള്ളതും ഇല്ലാത്തതും അവർക്ക് തുല്യമാണ്. സ്നേഹം ഒരു തമാശയായി മാത്രം കാണുന്നവർക്കും ഒരാളെ സ്നേഹിക്കാനും ഉപേക്ഷിക്കാനും വളരെ നിസ്സാരമാണ്. എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ആ വേദന മതി ജീവിതം മുഴുവൻ സങ്കടപ്പെടാൻ. ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഒരാളെ ഒരു സ്ത്രീ അവഗണിക്കുന്നത് നൽകുന്ന സ്നേഹവും പരിഗണനയും തിരികെ ലഭിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ്. നിങ്ങളുടെ ഭാവി ദുഃഖത്തിന് നിങ്ങൾ സ്വയം ഉത്തരവാദിയാകരുത്. നിങ്ങൾക്ക് വിജയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിജയിക്കുക. ബന്ധങ്ങളുടെ കെട്ടുറപ്പിനായി തല കുനിക്കേണ്ടി വന്നാൽ മടി വേണ്ട. ഓർക്കുക, സൂര്യൻ അസ്തമിക്കുന്നത് ചന്ദ്രന് തിളങ്ങാൻ വേണ്ടിയാണ്. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം, വിജയങ്ങളും പരാജയങ്ങളും, സങ്കടവും സന്തോഷവും. അതാണ് ഏറ്റവും മികച്ച ജീവിതം. വിജയത്തിനായി നിങ്ങൾ പരാജയത്തെ അന്വേഷിക്കണം. എല്ലാ പാഠങ്ങളും തോൽവിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും പണത്തിനായി ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളും മൂല്യങ്ങളും ശ്രദ്ധ നൽകുക. ആളുകൾ പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. കാലം ഏറ്റവും മികച്ച ശില്പിയാണ്. ഭാവിയുടെ സാധ്യതകൾ രൂപപ്പെടുത്തുമ്പോൾ ഭൂതകാല നിമിഷങ്ങൾ കൊത്തിമാറ്റി നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നു. പ്രണയം എന്നത് ശരീരങ്ങൾ തമ്മിലുള്ള ആസക്തിയല്ല, മറിച്ച് ഹൃദയങ്ങൾ തമ്മിലുള്ള ആത്മബന്ധമാണ്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്വം. മറ്റാർക്കും നിങ്ങൾക്കായി ഇത് ചെയ്യാൻ കഴിയില്ല. ഒരു കൊടുങ്കാറ്റ് ഒരു പ്രഭാതം മുഴുവൻ നിലനിൽക്കില്ല. പെട്ടെന്നുള്ള മഴ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കാറുമില്ല. എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വരും. പ്രതീക്ഷ കൈവിടരുത്. സമ്പത്തും ബഹുമതികളും ആളുകളെ അഹങ്കാരത്തിലേക്ക് നയിക്കുമ്പോൾ അതിന്റെ ഫലമായി തിന്മ രംഗപ്രവേശനം ചെയ്യുന്നു. രണ്ടു മനുഷ്യർ തമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. അതിനു വേണ്ടത് സംസാരിക്കാനുള്ള മനസ്സും കേൾക്കാനുള്ള ക്ഷമയുമാണ്. ഒന്നിലും അതിരുകടക്കരുത്. പുഞ്ചിരിച്ചവനെ മാന്യനെന്നും പൊട്ടിച്ചിരിച്ചവനെ ഭ്രാന്തനെന്നും മുദ്രകുത്തുന്ന സമൂഹമാണ് നമ്മുടേത്. ബുദ്ധിമാന്മാർ ചില അവസരങ്ങളിൽ മിണ്ടാതിരിക്കുന്നു. അറിവ് മാത്രമുള്ളവർ സംസാരിച്ചു തുടങ്ങുന്നു. എന്നാൽ വിഡ്ഢികൾ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം. ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക. പലരുടെയും ലൈഫിലും നമുക്കൊരു പകരക്കാരന്റെ വേഷമേ ഉള്ളൂ. ആരെങ്കിലും തിരിച്ചു വന്നാൽ മാറ്റി നിർത്തപ്പെടുന്ന പകരക്കാരൻ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പൂർണ്ണതയ്ക്കായി വാശി പിടിക്കരുത്. അമിത മൂർച്ചയേറിയ ഒരു വാളിന് ദീർഘകാല നിലനിൽപ്പില്ല. ജീവിതത്തെ അതിന്റെ ഒഴുക്കിനനുസരിച്ച് വിടുക. ഒഴുക്കിനനുസരിച്ച് നീന്താൻ മറ്റൊരു ശക്തിയും ആവശ്യമില്ല. സന്തോഷകരമായി ഇരിക്കാൻ രണ്ടു വഴികളുണ്ട്. നിങ്ങളുടെ സാഹചര്യം മാറ്റുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. ഒരു സ്ത്രീ നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും നിങ്ങളെ വിട്ടു പോകുവാനും ആഗ്രഹിച്ചാൽ അവൾ നിങ്ങളെ ആദ്യമേ തന്നെ അവിശ്വസിക്കാൻ തുടങ്ങും. നിങ്ങൾ വിചാരിക്കുന്നതിലും ശക്തനാണ് നിങ്ങൾ. കണ്ടത് വിശ്വസിക്കുക, കേട്ടത് ഒഴിവാക്കുക.
ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ, തെറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ, ആരൊക്കെ നമ്മളെ മോശക്കാരാക്കിയാലും തളർത്താൻ ശ്രമിച്ചാലും കാലം ഒരിക്കലും നമ്മളെ തോറ്റുപോകാൻ അനുവദിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം, കണ്ണുനീർ, സമയം എന്നിവ ചിലവഴിക്കുന്നു എന്നുള്ളതാണ്. ജീവിതം നീണ്ടു നിവർന്ന് കിടക്കുന്നു എന്ന് കരുതുന്നത് വലിയ മണ്ടത്തരമാണ്. ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ് നമ്മുടെ ജീവിതം. സമ്പത്തിന് ജീവിത രീതിയെ മാത്രമേ മാറ്റാൻ കഴിയൂ, തലയെഴുത്ത് മാറ്റാൻ കഴിയില്ല. നമുക്ക് ചുറ്റുമുള്ള പല ജീവിതങ്ങളെയും അടുത്തറിഞ്ഞു തുടങ്ങുമ്പോൾ അവരെ നാം അതുവരെ നോക്കിക്കണ്ട കാഴ്ചപ്പാടുകൾ മാറും. നമ്മുടെ പ്രശ്നങ്ങൾ നിസ്സാരമായി തോന്നിപ്പോകും. പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ അണയാതിരിക്കട്ടെ. ജീവിതം ഉരുക്കിത്തീരുമ്പോഴും നാം ഓരോരുത്തരുടെയും മനസ്സിലെവിടെയോ പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ എരിയുന്നുണ്ട്. അതാണ് മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് ഇന്ധനമേകുന്നത്. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരും എന്നതിൽ അർത്ഥമില്ല. പക്ഷെ അത് നിങ്ങൾക്ക് വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി നൽകും. യാചിക്കുന്നവന്റെ മുന്നിൽ നീ അഹങ്കരിക്കരുത്. അഹങ്കരിക്കുന്നവന്റെ മുന്നിൽ നീ യാചിക്കുകയും ചെയ്യരുത്. ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല. പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും അവർ. എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് നയിക്കുന്നു. പിന്നിലായിപ്പോയി എന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടരുത്. ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് പോലും മുകളിലേക്ക് മാർഗങ്ങളുണ്ടാകും. സത്യം എത്ര വേദനാജനകമാണെങ്കിലും ഒരു ധൈര്യശാലിയായ മനുഷ്യൻ സത്യസന്ധരായിരിക്കും. അതേസമയം ഒരു ഭീരു നുണകൾക്കും വഞ്ചനകൾക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു. ബന്ധങ്ങൾ അത് എന്നേക്കുമായി നിലനിൽക്കുമെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ വാസ്തവത്തിൽ മറ്റെല്ലാ കാര്യങ്ങളെ പോലെ തന്നെ നമ്മൾ അതിനായി പ്രവർത്തിക്കുന്നിടത്തോളം മാത്രമാണ് അത് നിലനിൽക്കുന്നത്. എത്തിച്ചേരുക എന്നതിനേക്കാൾ പ്രാധാന്യം യാത്ര തുടങ്ങുക എന്നതിനാണ്. നിങ്ങൾ വിജയിക്കുന്നത് വരെ ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. അതിനാൽ വിജയിക്കുക. സൈക്കോളജി പറയുന്നു, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ തിരിച്ചും ഇഷ്ടമുണ്ടോ എന്നറിയാൻ അവർ നിങ്ങളോട് പെരുമാറുന്ന രീതി ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങൾ വേദനിക്കുമ്പോൾ സന്തോഷവാനാണ് എന്ന് നടിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എത്ര ശക്തനാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. വീഴ്ചകൾ സ്വാഭാവികമാണ്. പക്ഷെ ആ വീഴ്ചയിൽ പതറാതെ വീണ്ടും ഓടാൻ മനസ്സുള്ളവർക്കേ വിജയം സാധ്യമാകൂ.